ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ 35ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇത് മോട്ടറോള G85 എന്ന് പറയുന്ന ഫോണാണ്. ഇതുകൂടാതെ CMF ഫോൺ 1, സാംസങ്ങിൻ്റെ M35, IQ-Z9 ലൈറ്റ്, ഈ ഫോണുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് യൂസ്ഡ് റിവ്യൂ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മളുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആമസോണിൽ ഇന്ന് ആ ഒരു പ്രൈം ഡേ സെയിൽ ഇന്ന് അവസാനിക്കുകയാണ്. 2 ദിവസത്തെ സെയിലായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിൽ ഒരു 4 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സെയിലാണ്. സോ മാക്സിമം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് നോക്കുക. നല്ല ഓഫറുകളാണ് കേട്ടോ. ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും സ്മാർട്ട് ഫോണുകൾ, ആക്സസറീസ്, കാര്യങ്ങളെല്ലാത്തിനും അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് കണ്ടു. സോ നോക്കിയും കണ്ടൊക്കെ വാങ്ങുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. നത്തിങ് ഫോൺ 2A, അത് അത്യാവശ്യം നല്ല ഫോണായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് യൂസ്ഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഐക്കണിൽ കൊടുക്കാം കേട്ടോ. അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഓക്കെ, നത്തിങ് ഫോൺ 2Aയുടെ ഒരു ചേട്ടൻ വരുന്നുണ്ട് എന്നുള്ള ഒരു ടീസറാണ് ഇപ്പോൾ വരുന്നത്. അതായത് നത്തിങ് ഫോൺ 2A+. കാൾപേ മുന്നേ പറഞ്ഞിരുന്നത് ഈ വർഷം നത്തിങ് ഫോൺ 3 വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിന് പകരം നത്തിങ് ഫോൺ 2A വന്നു. നത്തിങ് ഫോൺ 2A+ ഈ മാസം വരുന്നുണ്ട്. അതുകൂടാതെ CMF ഫോൺ 1 വന്നു. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. എനിവേ, ഫോണാണോ അതോ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ റിവീൽ ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും ഒരു അപ്ഡേഷൻ ഈ മാസം 31-ാം തീയതി നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നത്തിങ് ഫോൺ 2A+ എന്ന് പറയുന്ന ഫോണിനെ കുറിച്ച് വരുന്നുണ്ട്. OnePlus Nord 4 കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 8GB റാം, 128GB ഇന്റേണൽ മെമ്മറിക്ക് 29,999 രൂപ. 8GB റാം, 256GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 32,999 രൂപ. അതുകൂടാതെ അവരുടെ പാഡ് 2, OnePlus പാഡ് 2 കൂടെ ആ ഒരു ഇവന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 39,999 രൂപ. ഒരു വേരിയന്റേ ഉള്ളൂ, 40,000 രൂപയ്ക്കാണ് അത് വരുന്നത്. അതുകൂടാതെ OnePlus വാച്ച് 2R എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചും വന്നിട്ടുണ്ട്. അതിന്റെ പ്രൈസ് വരുന്നത് 17,999 രൂപ. നോഡ് സീരീസിൽ നോഡ് ബഡ്സ് 3 Pro എന്ന് പറയുന്ന TWSഉം വന്നിട്ടുണ്ട്. 3,299 രൂപ. ഇത്രയും പ്രൊഡക്റ്റുകളാണ് OnePlusന്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സെയിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൈം ഡേ സെയിലിൽ ആമസോൺ വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് നോക്കാം. അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള M35 എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെയിലും ഈ കഴിഞ്ഞ ദിവസം 20-ാം തീയതി മുതൽ ആമസോൺ വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈം ഡേ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ആ ഒരു ഫോൺ വന്നത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡെലിവറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 17,999 രൂപ, അല്ല 16,999 രൂപ. 1000 രൂപയുടെ ഓഫർ കഴിഞ്ഞ് 15,999 രൂപയ്ക്ക് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൻ്റെ പ്രോസസ്സർ ഒഴികെ Exynos 1380 എന്ന് പറയുന്ന പ്രോസസ്സർ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല പോലെ അവർ സാംസങ് നോക്കിയും കണ്ടും തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം കൊടുത്തിട്ട് തലച്ചോറില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് അവസ്ഥ. ഓക്കെ, നമുക്ക് അവിടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6000 mAh ബാറ്ററിക്ക് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ Exynos 1380 അതാണ് അതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ. Honor 200 സീരീസ് ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആരും വാങ്ങാത്തൊരു പ്രൈസ് റേഞ്ചിലാണ് അവരത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. Honor 200-ന് 40,000 രൂപ, 39,999 രൂപ. സ്നാപ്ഡ്രാഗൺ 7 സീരീസിൽ വരുന്ന ചിപ്സെറ്റ്, 7+ Gen 3 ആണെന്ന് തോന്നുന്നു, അതോ 7 Gen 3, എന്തായാലും 7 സീരീസിൽ വരുന്ന ആ ഒരു ചിപ്സെറ്റ് 40,000 രൂപയ്ക്ക് കേട്ടോ. നമുക്കവിടെ ഈ പറയുന്ന 7+ Gen 3 നമുക്ക് 30,000 രൂപയ്ക്ക് OnePlusൽ കിട്ടുന്നുണ്ട്. എനിവേ, ഇവിടെ 40,000 രൂപ അത് പോട്ടെ. ഇനി അടുത്ത വേരിയൻറ്റ് 200 Pro എന്ന് പറയുന്നതിന് 59,999 രൂപ. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8S Gen 3യുടെ ചിപ്സെറ്റ്. അതും നമുക്കിവിടെ കിട്ടുന്നത് 30,000 രൂപയ്ക്ക് ഇവിടെ പോക്കോ F6 തൊട്ട് കിട്ടുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സർ വെച്ച് വരുന്ന ഫോണിന് 60,000 രൂപ, നേരെ ഇരട്ടി വില. ഓക്കെ, ആരും വാങ്ങാനായിട്ട് പോകുന്നില്ല. ഞാൻ എന്തായാലും ആ വഴിക്കേ ചിന്തിക്കാൻ പോകുന്നില്ല, ആർക്കും റെക്കമെൻഡ് ചെയ്യാനായിട്ടും പോകുന്നില്ല. എന്തായാലും 2 ഫോണുകൾ ഹോണറിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആമസോൺ വഴി അതിൻ്റെ സെയിൽ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HMDയുടെ സൈഡിൽ നിന്ന് സ്കൈലൈൻ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ആഴ്ച ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇല്ല കേട്ടോ ആ ഗ്ലോബലിൽ. ഓക്കെ, അതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ നോക്കിയ ലൂമിയ സീരീസ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഡിസൈൻ ആയിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരു സ്ക്വയർ ഡിസൈന് കാര്യങ്ങളൊക്കെ. ഞാൻ ലൂമിയ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോണായിരുന്നു. പക്ഷേ വിൻഡോസ് ആയിരുന്നു അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് വന്നാൽ കുറച്ചും കൂടി
രസമാവുമെന്ന് തോന്നുന്നു. എന്തായാലും HMDയുടെ സ്കൈലൈൻ എന്ന് പറയുന്ന ആ ഒരു ഫോൺ ഈ ഒരു ലൂമിയ സീരീസുകളുടെ ഡിസൈനിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെൽഫ് റിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് പാർട്സ് ഒക്കെ മാറ്റി വെക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇതുവരെ HMD ഫോണുകളൊന്നും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. വരട്ടെ. ഹൈസെൻസ് എന്ന് പറയുന്ന സ്മാർട്ട് TV മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഏകദേശം 4ഓളം സ്മാർട്ട് TVകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. LED TVകളാണ് കേട്ടോ. മൈക്രോ LED, QLED എല്ലാ കാറ്റഗറിയിലും വരുന്നുണ്ട്. 4K വീഡിയോ ഔട്ട്പുട്ടൊക്കെ വരുന്നുണ്ട്. എനിവേ ഇതിൻ്റെ സെയിലും കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ആ ഒരു ഓഫർ സെയിൽ ഉണ്ടല്ലോ, അതിലിത് അവൈലബിൾ ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ 68N എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 32,000 രൂപ. 43 ഇഞ്ചാണ് ഈ ഒരു സ്ക്രീനിൻ്റെ സൈസ് വരുന്നത്. അത് കൂടാതെ അവരുടെ ഏറ്റവും വില കൂടിയിട്ടുള്ള U7N എന്ന് പറയുന്ന 4K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള QLED പാനലിന് മീൻസ് ആ ഒരു TVക്ക് 79,999 രൂപ, 80,000 രൂപയ്ക്കാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹൈസെൻസിൻ്റെ TV അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി തരുന്ന നല്ല ലൈഫ് തരുന്ന TVകളാണ്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം. സാംസങ് ഗാലക്സി റിംഗ് ഇതുവരെ ഇന്ത്യയിലോട്ട് എത്തിയിട്ടില്ല. ഈ 20-ാം തീയതി അമാസ്ഫിറ്റിൻ്റെ ഹീലിയോ റിംഗ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിലും ഒന്നും പറഞ്ഞു കേട്ടില്ല. എന്തായാലും ബോട്ടിൻ്റെ സൈഡിൽ നിന്നുള്ള സ്മാർട്ട് റിംഗ് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് 20-ാം തീയതി മുതൽ അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2,999 രൂപയ്ക്കാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ നോക്കി അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളല്ലാതെ ഉണ്ട്. 3,000 രൂപയ്ക്ക് സ്മാർട്ട് റിംഗ്. അതെങ്ങനെ ഉണ്ടാവും, എത്ര അക്യുറേറ്റ് ആണ് എന്നുള്ളത് ഉപയോഗിച്ച് തന്നെ അറിയേണ്ട വരും. എന്തായാലും അങ്ങനെ ഒരു സ്മാർട്ട് റിംഗ് ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് 3,000 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്നൊക്കെ അത് വാങ്ങാനായിട്ട് സാധിക്കും. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റിയൽമി 13 സീരീസ് ഫോണുകളുണ്ടല്ലോ, അത് ഈ മാസം 30-ാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. മീൻസ് ആ ഡേറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട്. 2 ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റിയൽമി 13 Pro ആൻഡ് Pro Plus എന്ന് പറയുന്ന ഫോണുകൾ എന്തായാലും 30-ാം തീയതി അത് ലോഞ്ച് ചെയ്യും. ബാക്കി അപ്പം നോക്കാം. ആ ഒരു ഇവൻറ്റിൽ റിയൽമിയുടെ സൈഡിൽ നിന്ന് വാച്ച് S2 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ChatGPT ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ OS കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അങ്ങനെ ഒരു സ്മാർട്ട് വാച്ചും റിയൽമിയുടെ സൈഡിൽ നിന്ന് ഈ മാസം 30-ാം തീയതി വരുന്നുണ്ട്. അതുകൂടാതെ റിയൽമി ബഡ്സ് എയർ 6 എന്ന് പറയുന്ന TWS ഉണ്ടല്ലോ, അതിൻ്റെ റോയൽ വയലറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കളർ വേരിയൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. 3,200 രൂപയാണ് അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. കളർ കൊള്ളാട്ടോ, വയലറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ. ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള ഫോൾഡ് ഫോണുകളായിട്ടുള്ള മിക്സ് ഫ്ലിപ്പ്, അതുകൂടാതെ മിക്സ് ഫോൾഡ് 4, ഈ 2 ഫോണുകളും കഴിഞ്ഞ ദിവസം ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലോട്ട് ഈ ഫോണുകൾ വരുമില്ല എന്നുള്ളതൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും അങ്ങനെ 2 ഫോൾഡ് സീരീസ് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇവൻറ്റിൽ തന്നെ K70 Ultra, റെഡ്മി K70 Ultra എന്ന് പറയുന്ന ഫോണും ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ, ലംബോർഗിനി ലിമിറ്റഡ് എഡിഷൻ വന്നിട്ടുണ്ട്. കിഡിലുണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വേണം ലിമിറ്റഡ് എഡിഷൻ വരാനായിട്ട്. നമുക്ക് ഇങ്ങനത്തെ ലിമിറ്റഡ് എഡിഷൻ ഫോണുകളൊന്നും ഇന്ത്യയിലോട്ട് വരാറില്ല. എന്തായാലും K70 Ultra എന്ന് പറയുന്ന ഫോണും ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ലംബോർഗിനി ലിമിറ്റഡ് എഡിഷൻ. ഷവോമിയുടെ റെഡ്മി സീരീസിലുള്ള ഒരു വില കുറഞ്ഞ ടാബ്ലറ്റ് ഷവോമി പാഡ് SE എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 29-ാം തീയതിയാണ് അതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. വരട്ടെ, വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. iQന്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള 5G ഫോൺ, 5G അല്ല അല്ലേ, iQന്റെ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഫോണാണ് iQ Z9 Lite എന്ന് പറയുന്നത്. അതിൻ്റെ സെയിൽ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് അതിൻ്റെ ഡെലിവറി ഡേറ്റ്. വരട്ടെ, വന്നിട്ട് അതിൻ്റെ യൂസ്ഡ് റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു മടിയും വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ 9,999 രൂപയാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഫോണായിട്ടാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം വരുന്നത്. എന്തായാലും വരട്ടെ, വന്നിട്ട് ഞാൻ പറയാം. ക്വാൽകോമിൻ്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. പല ബെഞ്ച് മാർക്ക് വെബ്സൈറ്റിലും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സിംഗിൾ സ്കോർ നോക്കുകയാണെങ്കിൽ 1175 വരുന്നത്. മൾട്ടി സ്കോർ നോക്കുകയാണെങ്കിൽ 3157 വരുന്നത്. എന്തായാലും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിൽ വരാൻ പോകുന്ന ഒരു ചിപ്സെറ്റാണ് ഇത്. വരട്ടെ, ബാക്കി അപ്പം നോക്കാം. ലെനോവോയുടെ സൈഡിൽ നിന്ന് ലീജിയൻ സീരീസിൽ ഒരു ഗെയിമിംഗ് ടാബ്ലറ്റ് വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ബൈ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. 65,000 രൂപയാണ് ഈ ഒരു ലീജിയൻ എന്ന് പറയുന്ന ഗെയിമിംഗ് ടാബ്ലറ്റിൻ്റെ പ്രൈസ് കാണിച്ചത്. ഈ മാസം തന്നെയാണ് അതിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്.
എന്തായാലും ലെനോവോയുടെ സൈഡിൽ നിന്ന് ലീജിയൻ സീരീസിൽ ഒരു ഗെയിമിംഗ് ടാബ്ലറ്റ് വരുന്നുണ്ട്. ഹോണറിന്റെ സൈഡിൽ നിന്ന് X60i എന്ന് പറയുന്നത് X60i എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ പല വെബ്സൈറ്റുകളിലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ലോഞ്ച് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ന്യൂസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ആണ്. നമ്മളുടെ ആപ്പിളിൻ്റെ ഡൈനാമിക് ഐലൻഡ് ഉണ്ടല്ലോ, അത് അതേപോലെ അങ്ങനെ കോപ്പി അടിച്ച് വെച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ. ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്തുകൂടെ അല്ലേ? ഓക്കെ, എന്തായാലും ആ ഒരു ഡൈനാമിക് ഐലൻഡോട് കൂടിയിട്ടുള്ള ഹോണർ X60i എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ചൈനയിൽ പിന്നാലെ ഇന്ത്യയിലോട്ടൊക്കെ വരുന്നുണ്ട്. ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള 14CV എന്ന് പറയുന്ന ഫോൺ കുറേ ദിവസമായി അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് ബ്ലാക്ക് അങ്ങനെ 2 കളർ വേരിയൻ്റ് ആയിരുന്നു ആദ്യം വന്നത്. ഇപ്പോൾ അതിൻ്റെ മാച്ച ഗ്രീൻ എന്ന് പറയുന്ന പുതിയൊരു കളർ വേരിയൻറ്റും കൂടി ഇന്ത്യയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആമസോൺ കാർഡ് വെബ്സൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഷവോമി 14CVയുടെ മാച്ച ഗ്രീൻ എന്ന് പറയുന്ന ഒരു പുതിയ കളർ വേരിയൻറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളെല്ലാവരും ഈ മാസം ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിവോ വി സീരീസിൽ വരുന്ന V40 Pro എന്ന് പറയുന്ന 2 ഫോണുകൾ അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ടാണ് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. സോ ഈ മാസം ഈ V40 സീരീസുകളുള്ള ഫോണുകൾ ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട. അടുത്ത മാസത്തേക്ക് അത് തള്ളി വെച്ചിട്ടുണ്ട്. ഗൂഗിൾ പിക്സൽ 9 സീരീസ് അടുത്ത മാസം 14-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കൺഫർമേഷൻ ഇപ്പോൾ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. 3 ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിക്സൽ 9, പിക്സൽ 9 Pro, പിക്സൽ 9 Pro XL എന്ന് പറയുന്ന 3 മോഡലുകൾ. അത് കൂടാതെ ഒരു ഫോൾഡ് ഫോണും കൂടിയും വരുന്നുണ്ട്. അത് ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ പിക്സൽ വാച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അടുത്ത മാസം 14-ാം തീയതിയാണ് പുതിയ പിക്സൽ സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, സാംസങ് ഗാലക്സി AI ഫീച്ചർ ആയിട്ടുള്ള ലൈവ് ട്രാൻസ്ലേറ്റ് ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലും അത് പോസിബിൾ ആണ്. അതായത് വാട്സാപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിലൊക്കെ ഈ ഒരു ലൈവ് ട്രാൻസ്ലേഷൻ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഗാലക്സി AI സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ എന്ന് പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് നല്ല വീഡിയോസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള അകമഴിഞ്ഞ സഹായം, സപ്പോർട്ട് കൂടിയേ പറ്റൂ. കാരണം ഒരുപാട് പൈസ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഒന്നുമില്ല, ഇപ്പോൾ എല്ലാം കീറി അങ്ങ് മാറ്റി വെച്ചിട്ടുള്ള ഒരവസ്ഥയാണ്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.